ഞായറാഴ്ചയല്ലേ, 10 മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ. ആ ഇന്നലെ രാത്രിയാണ് വന്ന് കയറിയത്. വന്ന കോലൊന്നും പറയാതിരിക്കണേ നല്ലത്. ആണെന്നേ കള്ളുടിച്ച് ഫിറ്റായി 4 കാലിലാണ് വന്ന് കയറിയത്. അല്ല, ആളുടെ ഏതൊരു ഫ്രണ്ടിൻ്റെ ആരുടെയൊക്കെയോ കല്യാണം, അങ്ങനെ പോയിട്ട് വന്നത്. ഇല്ല, ബോധം തെളിഞ്ഞ് വരട്ടെ, അപ്പൊ കൊടുക്കണ്ടി 2 ആ അമ്മ ഞാൻ വിളിക്കാമേ. ഇല്ല ഞാൻ വിളിക്കാം. ഓ ഇങ്ങോട്ട് വന്നേ. ചായ വെച്ചോളാം, ഇങ്ങോട്ട് വാ ആദ്യം. തലവേദന എടുക്കുന്നു, ഞാൻ ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. തലവേദന എടുക്കുമല്ലോ, തലവേദന എങ്ങനെ എടുക്കാതിരിക്കും? ഇന്നത്തെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നല്ലോ. എന്തൊരു കോലമായിരുന്നു കേട്ടോ ഇന്നലെ. മുഖം പോയി കണ്ണാടി നോക്ക്, വീർത്ത് ചീർത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് ഉറങ്ങിയിട്ടോ, അതിപ്പോ മോൻ കഴിയും. അതേ മോൻ കഴിയിട്ട് വാ, മോൻ കഴിയിട്ടേ ബോധം തെളിയുമ്പം വാ. ഈ 2 വർത്താനം പറയാനുണ്ട്. എന്നിട്ട് പോയിട്ട് വാ. ഇന്നലത്തെ കാര്യമില്ല, ഇന്നലെ നിനക്ക് അറിഞ്ഞൂടാ അവന്റെ പെങ്ങളുടെ കല്യാണം, നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ അടുത്ത സുഹൃത്തുക്കളല്ലേ. ചേട്ടാ ഈ 4 കാലിൽ വന്ന് കയറാൻ ചേട്ടൻ നാണമില്ലായിരുന്ന? 4 കാലില് ഞാനാ? പിന്നെ ഞാൻ ഇത് പതിവില്ലാത്തയാണല്ലോ. അപ്പൊ മുഴുക്കൂടി അവൻ തീരുമാനിച്ച? ഞാൻ അങ്ങനെയൊന്നുമല്ല. അത് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെ ചെന്നപ്പോ അവരുടെ അടുത്ത് പറഞ്ഞ എനിക്ക് വേണ്ടെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. എന്നിട്ട് അവര് കൈയും കാലം കെട്ടി വായിലോട്ട് ഒഴിച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെയല്ലടി, നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് നോവും. എന്നെ കുറിച്ച് എന്താ പറഞ്ഞു? നിന്നെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ 2 പെഗ് കഴിക്കാൻ തീരുമാനിച്ചു. എന്തോ പറഞ്ഞു? നീ ഭയങ്കര ജാടക്കാരിയാണ്, എൻ്റെ അടുത്ത് എന്നെ ഇട്ട് വരട്ടും, കള്ളു കുടിച്ചു തന്നു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ഭയങ്കര പാവാണ്, അങ്ങനെയൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയണെങ്കിൽ നന്ദൻ സാറിനെ പറഞ്ഞ് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ സാറ് ഒരു 1-2 പെഗ് കഴിക്കും, സാറിന് ഭാര്യനെ പേടിയില്ലേ കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യനെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ ഭാര്യ അങ്ങനെ മെക്കെട്ട് കയറുന്നൊന്നും അല്ല, വല്ലപ്പോഴും 2 പെഗ് കഴിക്കുന്നൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്തവളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 1-2 സ്മോള് കഴിച്ചു, അത്രേ ഉള്ളൂ. സ്മോളെ കഴിച്ചുള്ളൂ 2 അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്രേ കഴിച്ചുള്ളൂ. പിന്നെ ശീലമില്ലാത്തോണ്ടാവും തലക്ക് പിടിച്ച് ആദ്യം വൃത്തികെട്ട സാധനം നല്ല വാങ്ങിച്ചു വെച്ചു ഇവിടെ അവന്. ഇനി നല്ലത് കഴിച്ചിട്ട് വാട്ടാ, ഞാൻ കുടുംബത്തെ കയറ്റൂല ഞാൻ. ഇതന്നെയല്ലേ അവരും പറഞ്ഞു. ഒന്നുമില്ല, ഇനിയിപ്പോ ആര് തന്നാലും ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പൊന്നു വീട്ടിൽ കയറ്റിയല്ലോ. എനിക്ക് പൊന്നു വരാന്തേരി പിടിച്ച് കിടത്താന്ന് വിചാരിച്ചാ. പിന്നെ 1-2 നല്ല വർത്താനങ്ങൾ കേട്ടപ്പോ പാവം തോന്നിയിട്ട് അത് കയറ്റിയേ ഉള്ളൂ. ഈ ഓർമ്മയില്ലേ? വീടെത്തി ഞാൻ പറഞ്ഞ ഡയലോഗ് പറയാ. അത് നിന്റെ 2 അടിക്കണ സാധനം അലയും കൊണ്ടുവന്ന സാധനം എവിടെ ഇരിക്കുന്നുണ്ട്? അടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ നാളെ വേണ്ട, നാളെ. ഇനി ബൈ. Don't touch me. എനിക്ക് സുന്ദരനായ ഒരു ഭാര്യയും സുന്ദരിയായ ഒരു മോനും ഉണ്ട്. എന്ത് അന്യസ്ത്രീകൾ ഡോണ്ട് ടച്ച് മീ. അന്യസ്ത്രീകളും കള്ള ലക്ഷണം നോക്കും മുഖത്ത്. പറ്റിപ്പോയി. വെളിവില്ലാതെ വന്നാലും എന്റെ കൊച്ചിന്റെ മുഖം ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പറ്റിപ്പോയി, ഇനി എന്തായാലും ആവർത്തിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വർഷത്തിലാകെ 1-2 ഒരു 3-4 വട്ടം ഒക്കെ അല്ലേ മാസത്തിൽ ഞാനിങ്ങനെ വരില്ലല്ലോ. ഇനി എന്തായാലും ഇല്ല, നിർത്തി. എന്റെ മണൊക്കെ ഓർക്കുമ്പോ തന്നെ. ഇനി നല്ലതും കഴിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ കയറ്റൂല കേട്ടാ. ആ ജസ്റ്റിന്റെ വീട്ടിൽ പോയി കിടക്കേണ്ടി വരും. എന്താ ആരോ വന്നു? അവനായിരിക്കും ജസ്റ്റിൻ. ഞാൻ നോക്കിയുണ്ട്. എന്തൂട്ടേണ്ടത് കൊച്ചകത്ത് ഉറങ്ങണം കീന്ന് പറഞ്ഞടിച്ചിട്ട്. നല്ല സീനായ ചെറുതായിട്ട്. പക്ഷെ നിന്റെ മറ്റേ ഡയലോഗ് ഏറ്റ്. ഏത് ഡയലോഗ്? മറ്റേ ഡയലോഗ് നീ പറഞ്ഞില്ല, ഒരന്യശ്രീ എന്നെ തുടർന്ന് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യന്റെ മോനുണ്ട് എന്നുള്ളത്. അതേ കേൾക്കൂ. ഏത് ഭാര്യമാർക്കാണ് ആ ഡയലോഗ് ഇഷ്ടപ്പെടാത്ത? സ്ഥിരം ചെയ്യുന്ന പരിപാടി അല്ലേ? നീ ഓറേറ്റ് ചളാക്കുന്നതിന്റെ പേടിനായിരുന്നു. പോയവിടുന്ന് കോളേജിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഞാൻ. സംഭവിച്ചില്ലേ? ഭയങ്കര തലവേണടാ. എനിക്കുണ്ടോ നല്ല തലവേനുണ്ട്.
തലവേദന എങ്ങനെ എടുക്കാണ്ട് അമ്മാരി മൂന്നല മോന്തിയത് വെറുതെ കിട്ടാന്ന് വെച്ചിട്ടേ ഭാര്യ വെച്ച് കയറ്റുമ്പോ ഉറക്കണം നീ കുടിച്ചില്ലേ? ഞാൻ 2 പെഗ് 3 പെഗ് കണ്ട അത്രേ ഉള്ളു. ഓർമ്മയില്ലല്ലേ? ഇന്നലെ വിസ്കിയിൽ തുടങ്ങിയിട്ട് എവിടെ ഒന്ന് നിർത്തിയെന്ന് എനിക്കറിയോ? അവിടെ ഞാൻ 2 അടിച്ചു. കാട്ടറമ്മ വരെ അടിച്ചു. നീയാ? ഞാനല്ല, നീ പോണ നേരത്ത് 3 കടകടന്ന് അടിച്ചില്ലേ? ഇത് ഇരുന്ന നാശമായി പോന്ന് പറഞ്ഞിട്ട് സ്ഥലം വിളിക്കല്ലോ. അതൊക്കെ പറയാം. പക്ഷെ ഞാൻ റമ്മടിച്ചത് എനിക്ക് ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. നീ വായിച്ചിട്ട് ഒന്ന് ആക്കി വയ്ക്കേ, കണ്ണുണ്ടാക്കി വയ്ക്കേ. അതിനുണ്ട് അല്ലേ? അടുത്ത് കിടക്കണ പെണ്ണുങ്ങളൊക്കെ സമ്മതിക്കണല്ലേ? സമ്മതിക്കണം. കാര്യം കഷ്ടാട്ടോ. തലവേദന എടുത്ത തല വെട്ടിപ്പൊളിക്കുന്ന തലവേദന. ഒരു 1.5 സെറ്റാട്ടാ തലേന പോവും. രാവിലെ തന്നെ ഞായറാഴ്ചയിലടാ. അന്ന് എന്തിട്ടോ പരിപാടി ഉള്ളത്? ഞായറാഴ്ച അല്ലേ സാധനം അടിച്ചോടെ? അതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കൊല വിളിക്കുന്നേ. ആവളൊന്നും അറിയില്ല. നീ സെറ്റ് ഞാൻ എവിടേക്കില്ല. നീ എവിടെയാ പോയി 1:30 2:30 എത്രയാണെന്ന് പോയി അടിക്കുക. ഇന്ന് 1-ാം തീയതി അല്ലേ? 1-ാം തീയതി? ആ. ബാറും ഇല്ല ബീവറേജും ഇല്ല. എന്ത്? ബാറും ഇല്ല ബീവറേജും ഇല്ല. ഞാൻ കേട്ടത് നിന്റെ തലവേദന മാറ്റാനുള്ള വഴി ഞാൻ ശരിയാക്കി തരാം. അത് മതി. അവളോട് ചോദിച്ചാൽ നല്ല തലവേദന മരുന്നുണ്ടാവും, ഗുളിക ഉണ്ടാവും. മരുന്നാർക്ക് കാണാം. പിന്നെ നീ ഇരിക്കണേ 2 ഏതിരിക്കണേന്ന്? ഇന്നലെ പറഞ്ഞില്ലേ? എന്തിട്ട്? ഇന്നലെ സാധനം പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് കൊണ്ടുനടത്തിയപ്പോൾ പറഞ്ഞില്ലേ നീ? എന്ത് 2 അടിച്ചിട്ട് പോവാം ജസ്റ്റിനെ. ഇവിടെ സാധനമൊന്നും ഇല്ല. നീ അല്ലടാ പറഞ്ഞ അളിയ ഒരു കൊല സാധനം കൊടുക്കുന്നുണ്ടെന്ന്. എടുക്കടാ. അത് ഒരു 1.5 താടാ. സാധനം ഉണ്ടാ കുത്തിട്ടേ സാധനം ഉണ്ട്. പക്ഷെ അത് അകത്തിരിക്കുന്ന അത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ജനലോട് വിളിക്കണം വന്നാൽ മതി. ഞാൻ സൈഡിൽ തുളസിയുടെ ടച്ചിങ് സൈഡിൽ അടിക്കേ പ്ലീസ്. ദാസേട്ടൻ വരെ പോലീസ് വിളിച്ച് സാധനം കിട്ടാല്ലേ? ഈ അവസ്ഥയാണ്. നിനക്കല്ല, ഞാനല്ലേ ഇവിടെ അല്ലേ മതിയല്ലേ തരും തരും തന്നെ തന്നെ കിട്ടിയ തന്നെ മോൻ കുടിച്ചാൽ തന്നെ 2 പറഞ്ഞ് 3 4 അവസാനം ഇവിടെ തന്നെ നീ ചുരുണ്ടുകൂടി കിടക്കും. നിന്റെ സ്വഭാവം എനിക്കറിയാം. 1.5 മതി. അത്രയ്ക്ക് എടുക്കാൻ പറ്റില്ല. നമ്മള് കണ്ടു കഴിഞ്ഞാൽ സ്വഭാവടാ. അത് നിനക്ക് അവളെ സ്വഭാവം അറിയില്ല. മണങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അവൾ തന്നെ കൊല്ലുവിള്. നായല്ലേ മണം പിടിച്ചു വരെ. ഇതാ ഇവള് ഇവരുടെ ഞാൻ താടാ പ്ലീസ് ഇടാ. ഒരു 1.5 അടിച്ച് നമ്മൾ 2 തലവണ്ണ മാറടാ. എടുക്കടാ പ്ലീസ് ഇടാ. നീ കുടിക്കുകയും ചെയ്യും, മനുഷ്യനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും. അവസാനം 1.5 അടിച്ചൊന്നും കാര്യമില്ല. അതിന്റെ മണങ്ങാനും കിട്ടിയ അവളെ കൊല്ലുവിളി നിന്ന്. മണം അറിയാണ്ട് കിട്ടുന്ന മരുന്നുണ്ട്. എന്നിട്ട് ഒരാൾക്ക് പിടി കിട്ടില്ല. എന്നിട്ടാണ് രണ്ടിനും കൂടെ ഒരു രഹസ്യം. തൊണ്ടവേനേ തൊണ്ടവേദന കാണും. അതെ, ഇന്നലെ കഴിച്ച മരുന്നിന്റെ കുഴപ്പ. എന്ത് വൃത്തിയായിട്ട സാധനല്ലേ? ഓ ഭയങ്കര എച്ചികള് വരും. കല്യാണം നല്ല സാധനം കൊടുത്തല്ലേ? എന്തല്ലേ അവിടുന്ന് കഴിച്ചവർക്കൊക്കെ തൊണ്ടവേദനയും തലവേദനയും വയറുവേദനയും എല്ലാം ഉണ്ട് എല്ലാവർക്കും. പിന്നെ നമ്മള് കഴിച്ച ശീലല്ലോ, അതാണ്. നമ്മക്ക് ശീലല്ലോ. ഞാൻ മരുന്ന് പിടിച്ചിട്ട് വന്നല്ലോ. ഞാൻ പറഞ്ഞ സാധനം ഇതേക്കിട്ടോ. മറക്കല്ലോട്ടാ. ശരിട്ടാ. പോവും. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടാ. ഇന്നലെ ഇവിടെ കൊണ്ടാക്കിയപ്പോ 4 കാലം വന്ന് കയറിയില്ലേ? ഞാൻ ഡോർ തുറന്നപ്പോഴേക്കും അവൻ പോയി വണ്ടി എടുത്തിട്ട്. ഇല്ലേ എന്റെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയനെ. എന്ത് ഒട്ടവുണ്ടല്ലേ നന്ദോ? കിട്ടിയാ? ഇതാണ് സാധനം. ഏത് സാധനം? ഇത് ഗാർഗിൽ ഇതൊരാൾക്കും മണറിയില്ല. ഇതെന്തിനുള്ള മരുന്നത്? ഇത് തൊണ്ടവരക്ക് നമ്മള് ഗാർഗിലില്ലേ ആ സാധനം. നീ 1.5 അടിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൊടുക്കണം. ഫുള്ളാ? ഒരു 2 പെങ്ങനെ തടാ. ഇത് ഗാർഗിലിന്റെ എന്തിനു മണത്? അതാ പറഞ്ഞ ഈ മണത്തിന് വല്ല വേറൊരു മണല്ലടാ. പെണ്ണ് ചോദിക്കാന്ന് പറഞ്ഞാൽ ഈ തൊണ്ടവേനയുടെ മരുന്ന് വെച്ചാന്നേ. ഒരു മണടോ. ഇതൊക്കെ എങ്ങനെ ഗാർഗിൽ ഇടാത്തോണ്ട്? ഓ കട്ട റമ്മ കൂറ റമ്മ വലിച്ചേട്ടണോ ഈ മണം? പതുക്കെ പറയും. ഇനിയിപ്പോൾ ഇത് 1.5 അടിക്കുന്ന നേരത്തെ അവളെങ്ങനെ കണ്ടു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്ന് കൊലപാതകം നടക്കും. അവളവിടെ അടുക്കളയിൽ വിളിക്കും. എന്തിന് ഇത് വിളിക്കടാ, ഐഡിയ ഉണ്ടാക്കാം. ഞാൻ നിന്റെ പെണ്ണിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ നീ പോയിട്ട് 1.5 അടിക്കുക, എന്നിട്ട് വരിക. എങ്ങനെയുണ്ട് ഐഡിയ? അത് കൊള്ളാം. ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്താ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറയട്ടെ. അതെ വരണ്ടി. അല്ലെങ്കിൽ അങ്ങനെയാ നമ്മളെന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെടാ. സംശയം. നന്ദാ നീ പോയിട്ട് ആ ഫയൽ എടുത്തിട്ട് വാ. അല്ല ഫയൽ എടുത്തിട്ട് വരാൻ പറഞ്ഞ പീസാറിന്റെ ഫയൽ പീസാറാണോ നോക്കണേ? ഞാൻ നോക്കണ്ട, നീ വേഗം പോയിട്ട് ഫയൽ എടുത്തിട്ട് വന്നേ.
ഞാൻ എന്താ നിന്റെ ഭാര്യക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന്. ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നീ കെടുന്ന് തീരാണ്ട് പോയിട്ട് എടുത്തിട്ട് വാ. ഒരു അത്യാവശ്യം ഉണ്ടാ. അതായത് കാത്തോ എൻ്റെ ഭാര്യയില്ലേ, ഭാര്യയുടെ അനിയത്തി, ഭാര്യയുടെ അനിയത്തിയുടെ അച്ഛൻ, അതായത് ഭാര്യയുടെ അനിയത്തിയുടെ അമ്മായിപ്പൻ, ഭാര്യയുടെ അനിയത്തിയുടെ അമ്മായിപ്പൻ ഭാര്യയുടെ അനിയത്തിയുടെ അമ്മായിപ്പൻ ആരാന്നറിയോ? ആരാ അതല്ലേ ഞാൻ ചോദിച്ച ആരാ? അതായത് ആള് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി ചെയർമാനാണ്. അതുകൊണ്ട് മന്ത്രിമാര് പിടിപാടല്ലേ, MLA, മന്ത്രി, പോലീസ്. അതുകൊണ്ടൊന്നുമില്ല. അല്ല ഉണ്ടെന്ന് പറയാണേ. അത് അവൻ ഫയൽ എടുക്കുമല്ലോ അല്ലേ? എന്നാൽ അവൻ്റെ ഒരു ഓർമ്മശക്തി ഇവിടെ മദ്യമുള്ള കാര്യം പറഞ്ഞ് മറന്നില്ല. വെള്ളടിക്കുമ്പോഴേ ഓരോന്ന് പറയുമ്പോൾ ഓർക്കണം. തലവേദന ഇങ്ങോട്ട് മാറി കിട്ടിയാൽ മതിയായിരുന്നു. എന്ത് തുണയ്ക്കണം അവ അവിടെ വെച്ച് അലക്കണം. ആള് പറഞ്ഞല്ലേ മന്ത്രിയല്ലേ മുഖ്യമന്ത്രി വരെ കേൾക്കും. അല്ലേലും ഇപ്പൊ രാഷ്ട്രീയക്കാർ അങ്ങനെയാ, രാഷ്ട്രീയക്കാര് പറഞ്ഞ എന്തും നടക്കും അല്ലേ? നന്ദേട്ടൻ ഭയങ്കര ടെൻഷനിലാണെന്നേ, ട്രാൻസ്ഫർ ആവാൻ പോവേല്ലേ? ഒരു ടെൻഷൻ വേണ്ട, ഞാനൊരു കോള്, ആളൊരു കോള്, സാധനം സെറ്റ്. ആണോ? എന്നാ വിളിച്ചോളൂ. പിന്നെന്താ, തീർച്ചയായിട്ടും കണക്ഷനുള്ള കാര്യം കുഴപ്പമില്ലല്ലോ. എടുത്തില്ലേ? ഫയൽ എടുത്താ? അയ്യോ, ഒരു ഫയൽ കൂടി എടുത്തു. നീ ഇങ്ങനെ ഫയലിന്റെ എണ്ണം മറക്കല്ലേട്ടാ. നന്ദേട്ടാ ആ ഫയലൊക്കെ എടുത്തു കൊടുത്തേ. അതെ, ജസ്റ്റിൻ ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തിയുടെ അമ്മാവൻ വിളിച്ചാലേ ചേട്ടന്റെ ട്രാൻസ്ഫർ മാറ്റി തരാൻ പറ്റുന്നു. ഭയങ്കര പിടിപാടാണല്ലോ. നീ ഫയല് ഇങ്ങനെ മറക്കല്ലേട്ടാ. ഫയലിന്റെ എണ്ണം കുറക്കല്ലേട്ടാ. കുറയ്ക്കല്ലേ? മറവിയവനെ കറക്റ്റ് എടുത്തിട്ട് വരും. കിട്ടേണ്ട ഫയലൊക്കെ കിട്ടി എല്ലാം തലവേദന മാറും. ഭയങ്കര തലവേദന പിടിച്ച കേസാണ്. ജോലിയുടെ കാര്യങ്ങളല്ലേ, തലവേദന കേസാ. സാധനം കറക്റ്റായിട്ട് കിട്ടണം. എല്ലാ ഫയലും ഇല്ലേ? ഉണ്ട്, 2 ഫയലുണ്ട്. 2 ഫയല്. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് മരുന്ന് കഴിച്ചോട്ടാ, തൊണ്ടവേദന മാറണ്ടേ? ഇതെങ്ങനെ കഴിക്കണമെന്ന് അറിയില്ലേ? ഇത് അതങ്ങനെ എടുത്ത് കമത്തിയിട്ട് കാര്യമില്ല. അത് കുറച്ച് ചൂടുവെള്ളമൊക്കെ എടുത്ത് അത് മിക്സ് ചെയ്തിട്ട് വേണം അത് കഴിക്കാൻ. ചൂടുവെള്ളമൊക്കെ എടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ ചൂടുവെള്ളം എടുത്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കുറച്ച് ഒരു ഗ്ലാസ്സിലോ ഈ 2 കമത്തിയില്ലേ? നീ ഗ്യാപ്പിൽ പോയിട്ട് തല ചാമ്പില്ലേ? മനസ്സിലായി? ചെറുതടിക്ക്. കരഞ്ഞില്ല, അത് കണ്ണിലെന്തോ പോയതാ. ഇങ്ങനെ ഇതിങ്ങനെ എടുക്കുക, തുറക്കുക, എന്നിട്ടേ ഇതിങ്ങനെ ഒഴിക്കുക. ഒരു 100 മില്ലി മതി കേട്ടോ. 10 മില്ലി? കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മിക്സ് ആവാൻ. എന്നിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അല്ല, അത് കാരണന്മാർക്ക് ഇതായിരുന്നു ഇതാക്കുക. എന്തൊരു ആശ്വാസം, തൊണ്ടവേദന മാറി. ഇത്ര പെട്ടെന്ന് മാറിയോ? നിന്റെ കണ്ണിൽ വീണ്ടും പോയതൊന്ന് പിടിച്ചേ, നൂത്തന്നേട്ടാ. തുപ്പിയപ്പോ കണ്ണിൽ പോയതോ? അല്ല, അത് ഗാർഗിൾ ചെയ്തിട്ട് ചെയ്യുമോ നല്ലത്. ഞാൻ ഒന്ന് ഗാർഗിൾ ചെയ്തിട്ട് അതല്ല പല്ല് ഊതിക്ക്. അങ്ങടല്ല, ഊതിക്ക്. അവിടെ അല്ല, ഇവിടെ. അകത്തോട്ടല്ലേ, വെളിയിലോട്ട് ഊത്. നിങ്ങൾ കുടിച്ചല്ലേ ഇപ്പം? ഇപ്പൊ കുടിച്ചല്ലേ? നിങ്ങൾ ജസ്റ്റിനോട് ഇപ്പൊ കുടിച്ചില്ലേ? സത്യം പറയട്ടാ, ഇപ്പൊ കുടിച്ചല്ലേ നിങ്ങള്? ഇപ്പൊ ഈ രാവിലെ കുടിച്ചല്ലേ? രാവിലെ കുടിച്ച ഇപ്പൊ അപ്പൊ എന്നെ പറ്റിച്ചതാ? നിങ്ങൾ കുടിച്ചല്ലേ? നിങ്ങൾ ഇപ്പൊ കുടിച്ചല്ലേ? വെറുതെ കുപ്പി പേരിച്ചിടും. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം.